ഇവിടെയല്ല, ഒരുങ്ങിയിട്ട് സ്വർഗം വാങ്ങാൻ ഒരു ലോകം വരുന്നുണ്ട്. അവിടേക്ക് വല്ലതും ഒരുക്കിയിട്ടുണ്ടോ? കാലവും ലോകവും എല്ലാം ചെറുതായൊന്ന് കണ്ണടയ്ക്കാൻ പോവുകയാണ്. കാലത്തിന് കരയാൻ നേരമായി, ലോകത്തിന് ദുഃഖം ഭാരമാകാൻ പോവുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന ആയത്ത് വന്നപ്പോ എല്ലാവരും സന്തോഷിക്കുകയാണ്. കാരണം ഇസ്ലാം പൂർത്തിയായല്ലോ. പക്ഷേ സിദ്ദീഖുൽ അക്ബർ കരയുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഡ്യൂട്ടി പൂർത്തിയായെന്നല്ലേ ഈ ആയത്തിലൂടെ പറയുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടതില്ല. ഈ ആയത്തിൽ ഹബീബിന്റെ വഫാത്തിന്റെ സൂചനയുണ്ടെന്ന് സിദ്ദീഖുൽ അക്ബർ വായിച്ചുപോയി. മറ്റെല്ലാരും ചിരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയാണ്. കാരണം ഡ്യൂട്ടി തീർന്നാൽ പിന്നെ ഉദ്യോഗത്തിന് പോകാൻ നേരമായി. അതുപോലെ അള്ളാഹുവിന്റെ റിസാലത്ത് ഏറ്റുവാങ്ങിയിട്ട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യപൂർത്തി കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. ലോകത്തിന്റെ നേതാവ് വഫാത്തായി. ഇതൊരു വാക്കിൽ പറയാനേ എനിക്കിവിടെ കഴിയൂ. പക്ഷേ വഫാത്ത് അവതരിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്ങനെയാണ് ഹബീബിന്റെ വഫാത്ത് അവതരിപ്പിക്കുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ലോകത്തെ മുഴുവനും ദുഃഖത്തിൽ ആഴ്ത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയായപ്പോ ഉപ്പാന്റെ യാത്രയിൽ വേദനിച്ച് കരയുന്നു പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. പക്ഷേ ഒരു സമാധാനമുണ്ട്. വഫാത്താകുന്നതിന് അല്പം മുമ്പ് മോളെ വിളിച്ചടക്കം പറഞ്ഞു, മോളെ വൈകാതെ എന്റെ അടുക്കലേക്ക് വരണേ. അതൊരു സമാധാന വചനമായി സ്വീകരിച്ചിട്ട് മഹദി പറയുകയാണ്, മാദാലമൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദസമാനി ഗവാലിയാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണിന്റെ സുഗന്ധമറിഞ്ഞവരെ, ഇനി കാലങ്ങളോളം വിലപിടിപ്പുള്ള അമൂല്യമായ സുഗന്ധങ്ങളൊന്നും വാങ്ങേണ്ടതില്ല. പക്ഷേ എനിക്ക് വന്നുപോയ വേദന എത്ര ആഴമുള്ളതാണെന്നറിയുമോ? എന്റെ ഈ വേദന മുഴുവനും പകലിന്റെ തലയിൽ വെച്ചു കൊടുത്താൽ അത് രാത്രിയായി പോകും. അത്ര വലിയ വേദനയാണ് ഹബീബിന്റെ വിയോഗത്തിൽ എനിക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് മഹാമഹദി അവറുകൾ ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സ്വഫതി മിനൽ ഉലുവതി വൽ കാഫൂരി മംലൂദി. ഇന്നലെ വരെ ഹബീബിനെ കാണാതെ ഉറക്കം വരാതിരുന്ന സ്വഹാബ, ഇന്നലെ വൈകുന്നേരം, ഇന്നലെ ഉച്ചയ്ക്ക്, തിങ്കളാഴ്ച വഫാത്തായ ഹബീബിനെ ബുധനാഴ്ച ഖബറിൽ കിടത്തിയിട്ട് അതിന്റെ മൂടുകല്ലിന്റെ മേലെ മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു സ്വഹാബ? ഇതറിഞ്ഞ മദീന നിവാസികൾ മുഴുവനും കരഞ്ഞുപോയി. ശരിയല്ലേ ഫാത്തിമ പറയുന്നത്? ഞങ്ങൾ ചെയ്തതും അപരാധമല്ല. കാരണം നിയമം ചെയ്തല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേദന കൊണ്ടാണ് കരഞ്ഞതെന്ന് മുല്ല അലിയുൽ ഖാരി മിർഖാത്തിൽ മനാഖിബ് അബീബക്കർ സിദ്ദീഖിലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സബബ് വഫാത്തി അബീബക്കർ സിദ്ദീഖ് വഫാത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഭാരം സഹിക്കാൻ വയ്യാതെയാണ് 3 കൊല്ലം പിന്നെ ബാക്കി നിന്നെങ്കിലും അത് ദുഃഖാർദ്രമായിരുന്നു. അതല്ലേ ആയിഷ എന്ന പൊന്നുമോളോട് ചോദിച്ചു, നാളെ ഏതു ദിവസമാണ് മോളെ? തിങ്കളാണ് ഉപ്പ, എന്റെ യാത്രയുടെ ദിവസമാണ്, എന്റെ ഹബീബിലേക്ക് ചേരേണ്ട ദിവസമാണ്. കാത്തിരുന്ന യാത്രയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വേദന കൊണ്ടാണ് യാത്രയായത്. ഞാൻ എവിടുന്ന് എന്തു പറയാൻ?
അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്ത് കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ സ്വത്ത് വേണമെന്ന ആശയല്ല, ബറക്കത്തിന് വേണ്ടി വല്ലതും ഒന്ന് കിട്ടണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ആളയച്ചു. അനന്തരാവകാശം ആവശ്യപ്പെടുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് എന്റെ ഉപ്പാന്റെ ശേഷിപ്പിൽ നിന്ന് തരുമോ? സിദ്ദീഖുൽ അക്ബർ തങ്ങള് മോളെ വിളിച്ചിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, മോളുടെ വാപ്പ ലോകത്തോട് യാത്രയാകുമ്പോ ഒന്നും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല മോളെ. ഒരങ്കിയുള്ളത് പോലും പണയത്തിലായിരുന്നു. അങ്ങനെ വഫാത്തായ ഉപ്പാക്ക് അനന്തര സ്വത്തില്ല മോളെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ മോക്ക് തരാൻ പറ്റുമോ? നിയമമുണ്ട് മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുമ്പോ വല്ല സ്വത്തും അവശേഷിപ്പുണ്ടെങ്കിൽ അത് പൊതു ഖജനാവിലേക്ക് കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ തരാൻ വകുപ്പില്ല. ഉണ്ടെങ്കിൽ അത് എത്രയുണ്ടെന്നറിയാൻ ആശയുണ്ടെങ്കിൽ ഒന്നും ബാക്കിയില്ല മോളെ. സയ്യിദുൽ സാഹിദീൻ വറഈസുൽ മുത്തഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് ഒരു റുപ്പിക വീതം മക്കത്ത് ചെല്ലുമ്പോ അവിടെ ഒരു പെട്ടിയിലിടണോന്ന് നിയമം വെച്ചാൽ എത്ര കോടി ഡോളറായിരിക്കും അവിടെ വരിക. പക്ഷേ ഹബീബ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് അതൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കണേ, അത് മാത്രമേ ബാധ്യതയുള്ളൂ. ഇനി ആലിമുൽ അല്ലാമയായ വലിയൊരു പണ്ഡിതനാണെങ്കിലും ഒരു വിവരവുമില്ലാത്തൊരു തങ്ങൾ കുട്ടിയുടെ സ്ഥാനത്തെത്തൂല. അതാണ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു സിംഹാസനത്തിലിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി അങ്ങോട്ട് കടന്നു വന്നു. പിടിച്ചിട്ട് ആ സിംഹാസനത്തിൽ അങ്ങിരുത്തി. ചോദിച്ചു, എന്താണ് മുആവിയ പ്രോട്ടോകോൾ ലംഘിക്കുന്നത്? ഒരു പ്രോട്ടോകോളുമില്ല. ഇത് റസൂലുള്ളാഹിന്റെ മോനാണ്. ഇതിന് ഈ റസൂലുള്ളാഹിന്റെ മോൻ ഇരിക്കുന്നതിന്റെ താഴെയല്ലാതെ ഇരിക്കാൻ എനിക്ക് അധികാരമില്ല. അത് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു. അൽ ബിദായ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ റശ്വത്തു സ്വാദി ഫീ ബഹരി ഫളായിലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ ബഹുമാനം എങ്ങനെയാണ്? മാത്രമല്ല അൽ-അംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിഇൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു മക്കളുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, പിൽക്കാല ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാ ഈ മക്കളുടെ കൊണ്ടാണ് നമുക്ക് തലയിൽ രോമം മുളച്ചത്. അഥവാ റസൂലുള്ള എന്ന ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായി അല്ലാഹ് നിശ്ചയിച്ച ഹബീബിന്റെ മക്കളാണ് എന്ന പ്രയോഗം നിരവധി ഇമാമിയങ്ങൾ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിപത്തുകൾ മാറി കിട്ടുമോ എന്നൊരു സംശയം ഫാദിലെ ബറേൽവി ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് റിളാ ഖാൻ തങ്ങളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ ഒരു കിതാബ് എഴുതി. ആ കിതാബാണ് അൽ-അംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിഇൽ ബലാ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു കാണാം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള്. അപ്പോൾ അവിടുന്ന് അനന്തരമില്ല. ഇനി നിങ്ങൾ സാധാരണ കൊടുക്കുന്ന സമ്പത്തിന്റെ സകാത്ത് ഉണ്ടല്ലോ, അതുപോലും എന്റെ മക്കൾക്ക് വേണ്ട. അഹ്ലു ബൈത്തിന് കൊടുക്കേണ്ടതില്ല. ബനുൽ മുത്തലിബിനും ബനൂ ഹാഷിമിനും അത് ആവശ്യമില്ലെന്ന് ബ്ലോക്ക് ചെയ്ത ഹബീബ് താൽപര്യങ്ങളെല്ലാം സമുദായത്തിന് വെച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വരട്ടെ, ഈ അധ്യായത്തിന് താൽക്കാലികമായ ഒരു വിരാമം വേണ്ടേ? ഫാത്തിമ ലോകത്തോട് യാത്ര ചോദിക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴും ഉപ്പാന്റെ കൂടെ നിന്ന മോള് ഉപ്പ പാരത്രിക ലോകത്തേക്ക് പോയപ്പോ അവിടെയും ചെല്ലാൻ ആശിക്കുകയാണ്. ഇനി ദുനിയാവിൽ ഇഷ്ടമില്ല, താല്പര്യമില്ല. വാപ്പാന്റെ ചാരത്ത് ആത്മീയ ലോകത്തെത്തണം. അങ്ങനെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം വിളിക്കുകയാണ്, പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വല്ലഭനായ അലി ഇബ്നു
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബേ, എനിക്ക് നിങ്ങളോട് 3 വസിയ്യത്തുകൾ ചെയ്യാനുണ്ട്. ആ വസിയ്യത്ത് മറ്റൊന്നുമല്ല, മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് സ്നേഹവത്സലയായി പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ വഫാത്തായാൽ നിങ്ങൾ ഉമാമ എന്ന് പറയുന്ന എന്റെ സഹോദരിയായ സൈനബിന്റെയും അബുൽ ആസ് ബിൻ റബീഇന്റെയും മകളായ ഉമാമയെ നിങ്ങൾ വിവാഹം ചെയ്യണേ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തങ്ങൾ അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല മഹാന്മാരായ സാദാത്തുക്കൾക്ക് ആഫിയത്തും ഇസ്സത്തും. അപ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കളെ എന്നെ പോലെ നോക്കാൻ കഴിയുന്ന ഉമാമയെ വിവാഹം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ അബൂജഹലിന്റെ മോളുടെ വിവാഹത്തെ ബ്ലോക്ക് ചെയ്തതിന്റെ നിയമം വായിക്കാനുള്ള തെളിവാണിത്. ഫാത്തിമ ബീവി നിയമത്തിനെതിരായി വന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാർത്ഥത നടപ്പിലാക്കിയതല്ല. പറഞ്ഞു, ഉമാമയെ വിവാഹം ചെയ്യണേ. പിന്നീട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലയോ പ്രിയപ്പെട്ടവർ ഭർത്താവേ, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ മദീനയിൽ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തുറന്ന മയ്യിത്തുകട്ടിലിൽ എന്റെ ജനാസ കൊണ്ടുപോകല്ലേ. 4 ഭാഗവും മറച്ച മയ്യിത്ത് കട്ടിലല്ലാതെ എന്റെ ജനാസ കൊണ്ടുപോകാൻ പാടില്ല. ഈ സംഭവം പറയുന്ന മറ്റൊരു രംഗം ഇമാമിങ്ങൾ നിവേദനം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. കൂട്ടുകാര് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ മരിച്ചാ നാളെ മയ്യിത്ത് കൊണ്ടുപോകുന്ന രംഗോർത്ത് കരയുകയാണ്. അതെന്തിനാണ് ഫാത്തിമ കരയുന്നത്? ഇതാ ഇവിടെ സാധാരണയായി ഉപയോഗിക്കുന്നത് ഓപ്പൺ മയ്യിത്ത് കെട്ടിലാണ്. ആ ഓപ്പൺ മയ്യിത്ത് കെട്ടിലിൽ ശരീരം ജനാസ എടുത്തു വെച്ചാൽ ശരീരം മറച്ചിട്ടാണ് വെക്കുന്നതെങ്കിലും ജനാസ പൊതിയുന്നത് മയ്യിത്ത് കഫൻ പുടവ ടൈറ്റാക്കിയിട്ടാണ്. അപ്പൊ ശരീരത്തിന്റെ വണ്ണവും നീളവും അന്യ പുരുഷന്മാര് കണ്ടുപോകുമല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിച്ചിരിക്കുന്ന നിന്റെ പച്ചയായ ശരീരം തുറന്നിട്ട് തെരുവിലിറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒന്ന് ആലോചിക്കണേ മോളെ. നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ട നേതാവ് ഫാത്തിമ ബീവി ജനാസ പൊതിഞ്ഞിട്ട് ശരീരം ടൈറ്റാകുന്നതിനാൽ അതിന്റെ നീളവും വണ്ണവും അന്യ പുരുഷന്മാര് കണ്ടുപോകുമോ എന്ന് കരുതിയിട്ട് 4 വശവും മറച്ച മയ്യിത്ത് കട്ടില് വേണമെന്ന് പറഞ്ഞ മഹദിയുടെ പിൻഗാമിയാണോ? ബോഡി ഷേപ്പ് പർദ്ദയും ഇട്ട് അർദ്ധനഗ്നയോ പൂർണ്ണനഗ്നയോ ആയി ഉടുത്ത വസ്ത്രം തന്നെ ശരീരത്തിന്റെ ഘടന വായിക്കുന്നത് ധരിച്ച് നിനക്കിറങ്ങാൻ മനസ്സ് വരുന്നുണ്ടോ മോളെ? ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യിത്ത് കട്ടിലിൽ വെക്കുമ്പോഴും 4 ഭാഗം മറച്ച മയ്യിത്ത് കട്ടിലല്ലാതെ കൊണ്ടുപോകല്ലേ. ഇനി ഒന്നുകൂടി പറയാം, അങ്ങനെ കൊണ്ടുപോയാലും മയ്യിത്ത് കൈകാര്യം ചെയ്യുന്നത് മുഴുവനും പുരുഷന്മാരാണ്. അവിടുന്ന് ഖബർസ്ഥാനിൽ ഒരു സാഹിത്യകാരി മരിച്ചപ്പോ സർവ്വരാജ്യ സ്ത്രീകളും മയ്യിത്ത് കട്ടിലിന്റെ അടുക്കലൂടെ തിരുവനന്തപുരത്ത് അവിടെ ഖബർസ്ഥാനിലേക്ക് ചാടിപ്പോയി. അത് ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിലേക്ക് നിയമം മാറ്റി എഴുതാൻ ചില പരിഷ്കൃത സംഘങ്ങൾ നടത്തിയതാണ്. അത് പരസ്യമായി ഇസ്ലാമിനെ പൊളിക്കാൻ ഇറങ്ങിയ സ്ത്രീജനങ്ങളാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. എന്തുകൊണ്ടോ നമുക്കതിനെതിരെ കൃത്യമായ ഒരു പ്രതിഷേധമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിക ലോകത്ത് അതിനൊരു പാരമ്പര്യം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതാ ഒരു പെണ്ണിന്റെ ഇമാമത്തിൽ കുറെ പെണ്ണുങ്ങള് പരസ്യമായി പോയി ജനാസ നിസ്കരിക്കുന്നു. മരിച്ചുപോയവർ ഈമാനുള്ളവരാണെങ്കിൽ അവര് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടും. അവരെ കുറിച്ച് പറയാൻ ഞാൻ അർഹനല്ല. അള്ളാഹു മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മുഴുവനും ഉഖറവിയായ പദവി ഉയർത്തി കൊടുക്കട്ടെ.
പക്ഷേ അതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഒരു പെണ്ണിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കരിച്ചിട്ട് അതാ പാളയത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. ഇസ്ലാമിക ലോകത്തതിന് മാതൃകയില്ല. ചുരുക്കി പറയാം സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ ജനാസ കൊണ്ടുപോകുന്നത് നാലുപാടും അടച്ച മയ്യത്ത് കെട്ടിലാണെങ്കിലും അത് ഖബറിന്റെ അടുക്ക് ചെല്ലുമ്പോ എടുത്തിട്ട് കിടത്തുന്നത് പുരുഷന്മാരാണ്. അപ്പോഴെങ്കിലും എന്റെ ബോഡി ഷേപ്പ് കണ്ടുപോകും. വിരൂപയായ പെണ്ണല്ല, ലോക സുന്ദരിയായ മഹതിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ മരിച്ചാൽ രാത്രിയല്ലാതെ എന്റെ ജനാസ എടുക്കല്ലേ. അലി റളിയല്ലാഹു അൻഹുവിനോട് തലേന്ന് ചെയ്ത വസിയ്യത്ത് മൂന്നും ഇതാണ്. പെങ്ങളെ, ഈ വസിയ്യത്ത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ മഹദിയായ ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ 29ാമത്തെ വയസ്സിൽ ജമാദുൽ ആഖിർ 13 ഹിജ്റയുടെ 11ാം വർഷം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ മദീനത്തെ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ മുറിവുണങ്ങിയിട്ടില്ല. പൊന്നുമോളുകൂടി യാത്രയായോ. അലി റളിയല്ലാഹു അൻഹു വീടിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഹാദിഹി വസിയ്യത്തു ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് റസൂലുള്ളാഹിന്റെ മോളുടെ വസിയ്യത്താണ്. ജനാസ രാത്രി എടുക്കൂ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വൈകുന്നേരം വന്നോ. മരണപ്പെട്ടതിന് ശേഷം ജനാസയുടെ ഘടന പോലും പൊതിഞ്ഞ തുണിയുടെ പുറത്തുകൂടി കാണാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആശയുള്ള പെങ്ങന്മാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാളെ മുതൽ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണം, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിന്റെ നേതൃത്വം നൽകി പ്രാർത്ഥന നൽകാൻ എത്തിച്ചേർന്നു. ഇനി വൈകിക്കാൻ സമയമില്ല, അതുകൊണ്ട് വരട്ടെ. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ ജനാസ കിടക്കുമ്പോ ഹസനൈനെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് കരയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് മദീന നിവാസികൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചാരത്തുള്ള ജന്നത്തുൽ ബഖീയിൽ സൗജാത്തുർ റസൂൽ കിടക്കുന്ന പരിശുദ്ധമായ ബഖീയിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ബഖീയിൽ, അതുപോലെ എത്രയോ സ്വഹാബാക്കളും ഇമാമിയങ്ങളും എല്ലാം കിടക്കുന്ന സ്ഥലമാണ്. അതാ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ അടക്കാൻ കുഴിച്ച ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അബൂ ദർറുൽ ഗിഫാരി വിളിക്കുകയാണ്, ഓ ഖബറേ, നിന്റെ ഉള്ളിലേക്ക് വരാൻ പോണതാരാണെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ മോളാണ്, ഹസനൈനിയുടെ മുമ്മയാണ്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറണം ഖബറേ. മാത്രമല്ല കഫൻ മുടവെടുത്ത് ഒരുക്കി വെച്ചിട്ട് കുളിച്ച് റെഡിയായി കിടന്നു. വസായൽ ഉലമാഇ വസ്സാലിഹീൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. തൽക്കാലം അങ്ങോട്ടൊന്നും പോകാനുള്ള നേരമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുങ്ങി റെഡിയായിട്ട് കിടക്കുകയാണ്. അസ്റായീലിനെ സ്വീകരിക്കാൻ കഫൻ പുടവെടുത്ത് റെഡിയാക്കി കുളിച്ച് റെഡിയായി കിടക്കുകയാണ്. യാത്രയുടെ സമയമായെന്ന് നേരത്തെ അറിഞ്ഞ മഹാന്മാരാണ്, മഹദികളാണ്. ആ ജനാസ കൊണ്ടുപോകാൻ നേരമാണ്. അബൂ ദർറുൽ ഗിഫാരി വിളിക്കുന്നു, ഉള്ളിലേക്ക് വരാൻ പോണതാരാണെന്നറിയുമോ ഖബറേ? അപ്പോഴാണ് ഖബറിൽ നിന്നൊരു മറുപടി കേൾക്കുന്നു, ഓ അബൂ ദർറേ, ആകാശത്തിനു കീഴെ ഏറ്റവും വലിയ സത്യവാനെന്ന് നബിതങ്ങൾ വിളിച്ച അബൂ ദർറുൽ ഗിഫാരി, മഹാനവറുകൾ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച മഹാൻ. ആ മഹാനോട് ഖബറിൽ നിന്ന് മറുപടി പോലൊരു അശരീരി വരികയാണ്. എന്റെ അടുക്കലേക്ക് വരുന്നയാള് നല്ല നിലക്കാണോ വരുന്നത്? ഞാൻ മര്യാദക്ക് ആദരിക്കും, അല്ലാതെ വന്നാൽ ഇവിടെ പരിഗണനയില്ല.
സ്വഹാബത്ത് കരഞ്ഞുപോയി. പൊന്നു പെങ്ങളെ, പദവികളുടെ ഉന്നതി മുഴുവനും കൈവരിച്ച സഹറാഇന്റെ ജനാസ കൊണ്ടുപോകുന്ന ഖബർ ജനങ്ങളെ മുഴുവനും താക്കീത് നൽകാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെയും നിന്റെയും ജനാസ വെക്കാനുള്ള ഖബർ സംസാരിച്ചാൽ അത് കേൾക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് കേൾക്കേണ്ടി വരിക? അതുകൊണ്ട് പൊന്നു പെങ്ങളെ, ഖദീജത്തുൽ കുബ്ര നമ്മുടെ മാതൃകയാകട്ടെ, ആയിഷത്തു സുഹറ നമ്മുടെ ജീവിത മാതൃകയാകട്ടെ. അവരുടെ വഴിയിലൂടെ ജീവിച്ച് അവര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഫാത്തിമ ബീവി പറഞ്ഞാൽ റസൂലുള്ള തട്ടില്ല, ഖദീജ ബീവി പറഞ്ഞാൽ നബി തങ്ങൾ അവഗണിക്കില്ല. അവരുടെ ശുപാർശ കൊണ്ട് ഹബീബിനെ ഈ ലോകത്ത് വെച്ച് സ്വപ്നത്തിൽ ഒരുപാട് തവണ കാണാനും നാളെ പരലോകത്ത് ചെല്ലുമ്പോ ചാരത്തൊന്നണയാനും ഞങ്ങളുടെ ഈ അവതരണവും സദസ്സും ഞങ്ങൾക്ക് കാരണമാക്കി തരണേ റഹ്മാനേ, കാരണമാക്കണേ റഹ്മാനേ. ഞങ്ങളെ കൈയൊഴിയല്ലേ റഹ്മാനേ.